ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ചെറുപയറും കടലപ്പരിപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മൂങ് ചന കി ദാൽ. നമ്മളെ ഹിന്ദിയിൽ അങ്ങനെ പറയാം, മൂങ് ചന കി ദാൽ. അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി സോക്ക് ചെയ്യാൻ വെക്കണം. അതേപോലെ ഒരു കപ്പ് ചെറുപയർ, ഇത് രണ്ടും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി, ഒന്നിച്ചിട്ടാണെങ്കിൽ ഒന്നിച്ച് കഴുകുക, സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റും ചെയ്യാം. കഴുകി വൃത്തിയാക്കി വെക്കുക. ഇപ്പോൾ ഞാനത് 1 മണിക്കൂർ നേരം സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ബോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3/4 ഭാഗം പരിപ്പും ചെറുപയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾക്കിവിടെ, കണ്ടല്ലോ. പിന്നെ ഇതിൽ ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലെടുത്തുള്ളത് ഒരു 3 മീഡിയം സൈസ് ഓനിയൻ ചെറുതാക്കി പൊടിച്ച് വെട്ടിയതാണ്. പിന്നെ ഒരു 4 അല്ലി വേപ്പിൻ്റെ ഇല, ഒരു 10 പച്ചമുളക്, അതേപോലെ ഒരു 1/2 കിലോ തക്കാളി ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി ചെറുതാക്കി വെട്ടിയതോ അല്ലെങ്കിൽ ഇടിച്ചതോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പൊടി മസാല ആയിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ 1.5 സ്പൂണ് ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി. അത്രയും പൊടി മസാലയാണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതായത് ഇതിലേക്ക് താളിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പരിപ്പ് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് എല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂണ് അളവിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കി വെട്ടിയിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വതക്കി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ വെട്ടിവെച്ചിട്ടുള്ള സവാള, കറിവേപ്പില, പച്ചമുളക് എന്നീ സാധനങ്ങളെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വതക്കിയെടുക്കുക. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം പോകുന്നവരെ നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു 1/2 കിലോ തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. ആ തക്കാളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. തക്കാളിയുടെ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെ എല്ലാം പച്ച മണം പോകുന്നത് വരെ നമ്മളൊന്ന് വതക്കുക. തക്കാളി മെൽറ്റാവുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾക്ക് തക്കാളി നല്ല രീതിയിൽ മെൽറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി മസാലകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. പൊടി മസാലകൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ്, എരിവ് എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് കൊടുക്കേണ്ടത്. എരിവ് വേണ്ടവർക്ക് ഇനിയും പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പും തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മസാല ആഡ് ചെയ്യുകയാണ്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഈ മസാലകളെല്ലാം ഈ പരിപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ചോറിനും അതേപോലെ പൊറോട്ട, ചപ്പാത്തി, തന്തൂരി റൊട്ടി, ദോശ തുടങ്ങിയ എല്ലാത്തിനും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ചെറുപയറും കടലപ്പരിപ്പും കൂടിയുള്ള മൂങ് ചന കി ദാൽ. നോർത്ത് ഇന്ത്യയിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണിത്.
ഡാബകളിലെല്ലാം നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ.